അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഡയറക്റ്റ് കോസസ് ഓഫ് ഡിസീസസ് ആണ്. ഇനി ഇൻഡയറക്റ്റ് കോസസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഒരു ഒരു കോഴ്സാണ്. രണ്ടാമത്തെ കോഴ്സ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആക്ച്വലി. അപ്പോൾ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമ്പർ 1 ഇസ് ഇക്കണോമിക് ഫാക്ടേഴ്സ്, സെക്കൻഡ് ഇസ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. അതിൽ ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത് എ പേഴ്സൺ ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ വെച്ചാൽ ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറയാം. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത് ഇൻഡയറക്റ്റ് ഫാക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മാൽന്യൂട്രീഷൻ ആവാനായിട്ട് ഇന്നാഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഫുഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ഫാക്ടറായില്ലേ. കാരണം ഇൻഡയറക്റ്റ്ലി അങ്ങനെ വരുമ്പോൾ നമുക്ക് മാൽന്യൂട്രീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവൈലബിൾ അല്ലെങ്കിൽ അത് എന്താ ഇൻഡയറക്ട്ലി മാൽന്യൂട്രീഷൻ കോസ് ചെയ്യും. മാൽന്യൂട്രീഷൻ ഇസ് എ ഡയറക്റ്റ് കോസ് ഓഫ് ഡിസീസ്. അതെ, മാൽന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ ഡിസീസ് വരാം. അപ്പോൾ പിന്നെ ബാഡ് വെൻറ്റിലേഷൻ, ഹെവി വർക്ക്, ഫറ്റീഗ്, ഓവർ ക്രൗഡിങ്, പുവർ ന്യൂട്രീഷൻ ഒക്കെ ആണ് എക്സാമ്പിൾസ്. ഇതൊക്കെ സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സായിട്ട് വരാം. അപ്പോൾ ഈ പുവർ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നാഡിക്വേറ്റ് ഫുഡായിരിക്കും. അതേപോലെ ചില കസ്റ്റംസും ഹാബിറ്റ്സും ബിലീഫ്സും സൂപ്പർസ്റ്റിഷനും ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഇൻഡയറക്ട്ലി അസുഖങ്ങൾ വരാനുള്ള കാരണമാകാം. എന്തൊക്കെയാണ്? ബാഡ് വേസ് ഓഫ് ലിവിങ്, കസ്റ്റംസ്, ഹാബിറ്റ്സ്, ബിലീഫ്സ്, സൂപ്പർസ്റ്റിഷൻ എക്സെട്ര. ഇനി മാൽന്യൂട്രീഷൻ കാരണം ഇതേപോലെ റോങ് പ്രാക്ടീസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് കാരണം മാൽന്യൂട്രീഷൻ വരാം. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് കോസായി. പിന്നെ ഇക്കണോമിക് ഫാക്ടേഴ്സ് മേ കോസ് ഫോർ നോൺ ആക്സസിബിലിറ്റി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് മേ കോസ് ദ വേസ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഈവൻ ആഫ്റ്റർ ദ ഫുഡ് സ്റ്റെപ്സ് ആർ അവൈലബിൾ. ഓൺ ദ കോൺട്രാറി ഓഫ് ഓവർ ഈറ്റിംഗ് and addiction to alcohol etc. causes metabolic disorder. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ഇക്കണോമിക് ഫാക്ടേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. അതിലെന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ കൊണ്ട്, അതേപോലെ ചില ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ അത് നമ്മളുടെ ഭക്ഷണ രീതി കൊണ്ട് നമുക്ക് ഒബീസിറ്റി, ഹാർട്ട് ഡിസീസസ് അതൊക്കെ സംഭവിക്കാം. പിന്നെ എയർ പൊല്യൂഷൻ കാരണം ശ്വാസം മുട്ട് അങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ വരാം. അത് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഡയറക്റ്റ് കോസ് ഓഫ് ഡിസീസ്. അഫ്ലുവൻറ്റ് കൺട്രീസിൽ വരാം. ഇനി പുവർ കൺട്രീസിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, അവിടേക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസും ന്യൂട്രീഷണൽ ഡിസീസസും ധാരാളമായിട്ട് വരാം. കാരണം എന്താ? പുവർ സാനിറ്റേഷൻ, പുവർ ഹൈജീൻ ആൻഡ് ഫോൾട്ടി ഇൻടേക്ക് ഓഫ് ഫുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്, എപ്പിഡമോളജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പിഡമോളജിയുടെ ഡെഫിനിഷൻ, ഒരു മേജർ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡമോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഓൾ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഡിസോർഡേഴ്സ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അത് ടെക്സ്റ്റിലില്ല, ഇപ്പോൾ പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഒരു ഡെഫിനേഷനും കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. എപ്പിഡമോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഇൻസിഡൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെയാണ് എപ്പിഡമോളജിയിൽ പറയുന്നത്. അപ്പോൾ ദ ഡയറക്റ്റ് ഓർ ഇമ്മീഡിയറ്റ് കോസസ് മേ ബി, അപ്പോൾ അസുഖങ്ങളുടെ ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് കോസസ് ആണെങ്കിലും എല്ലാത്തിനെയും കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എപ്പിഡമോളജി. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. പിന്നെ ദ സയൻസ് ഓഫ് എപ്പിഡമോളജി എംപ്ലോയ്സ് വേരിയസ് മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ടു എക്സ്പ്ലോർ, ഇൻവെസ്റ്റിഗേറ്റ്, ഐഡൻറ്റിഫൈ ആൻഡ് എസ്റ്റാബ്ലിഷ് ദ കോസ് ഓഫ് ഡിസീസ് ആസ് എഗെയിൻസ്റ്റ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് ഇൻ ഇൻഡിവിജ്വൽ, ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ. ഈ ഒരു സെൻറ്റൻസ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസീസ് പഠിച്ചു, ഡിസീസ് എന്താണെന്ന് മനസ്സിലായി, ഡെഫിനിഷൻ ഓഫ് ഡിസീസ് വി ഹാവ് ഡിസ്കസ് നൗ, ആൻഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ് ഓഫ് ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി റിക്വയർമെൻറ്റ്സ് ഫോർ പ്രിവെൻറ്റിംഗ് സിക്നെസ്. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്? അസുഖം വരാതിരിക്കാൻ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ഉള്ളത്? അപ്പോൾ അതിൽ നമ്മൾ പറയുമ്പോൾ ദ ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് പീപ്പിൾ, ദ വേസ് ഓഫ് ലിവിങ് ആൻഡ് ദ patterns of taking action for getting themselves cured or treated have to be identified before any health program can be introduced. Such studies are knowledge, attitude, practice studies, and they tell us what people know about certain things and how they feel and also how they behave. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞത് ചെയ്ത് കഴിഞ്ഞാന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സ്ഥലത്ത് നമ്മൾ പ്രിവെൻഷൻ ഓഫ് ഡിസീസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമ്മൾ ഓരോ പ്ലാൻസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ
ഹെൽത്ത് പ്രോഗ്രാംസ് അവിടെ നമ്മൾ കൊണ്ടുവരും. ഈ ഹെൽത്ത് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ അറിയണം, അവിടുത്തെ ആൾക്കാരുടെ ബിലീഫ്സ്, അവിടുത്തെ ആറ്റിറ്റ്യൂഡ്സ്. ഇപ്പോൾ അവിടുത്തെ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരിക്കലും നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുപോലെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ദ വേസ് ഓഫ് ലിവിങ് ആൻഡ് ദ പാറ്റേൺസ് ഓഫ് ടേക്കിംഗ് ആക്ഷൻ ഫോർ ഗെറ്റിംഗ് ദംസെൽസ് ക്യൂർഡ് ഓർ ട്രീറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് നമുക്ക് ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ, ട്യൂബർക്ലോസിസ് ഡിസീസിന് നമ്മൾ കമ്മ്യൂണിക്കബിൾ ആണ് ആൻഡ് ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ക്യൂർ. ആ ക്യൂർ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുക? ദേ വോണ്ട് കം ഫോർ ട്രീറ്റ്മെൻറ്റ് അല്ലേ? അപ്പോൾ പ്രോപ്പറായിട്ട് അവിടെ ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ചിന്തകൾ എന്താണ്, അവർക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ ഇനി അറിയിക്കണം, ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രിവെൻറ്റിങ് ഓഫ് ഡിസീസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ക്യാൻ ബി പോസിബിൾ. അപ്പോൾ അതിനു വേണ്ടിയാണ് നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് അറിയാം, എന്തൊക്കെ അവർക്ക് അറിയില്ല എന്നുള്ളത് നമുക്ക് പ്രോപ്പർലി അറിയാം. അതിനനുസരിച്ച് നമുക്ക് ഹെൽത്ത് പ്രോഗ്രാം ആ ഒരു ഏരിയയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് റിക്വയർമെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. എന്തിനാണ് ശരിക്കും പബ്ലിക് ഹെൽത്ത് എന്നുള്ള കാര്യം ആവശ്യം? അത് എന്തുകൊണ്ടാണ് ആവശ്യം? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ വീട്ടിലിരുന്നിട്ടുള്ള ഹെൽത്ത് നോക്കിയാൽ മതിയോ? പോരാ. പബ്ലിക്കലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പബ്ലിക് എന്ന് വെച്ചാൽ നമ്മളുടെ ഗവൺമെൻറ്റിൽ നമ്മുടെ ബാക്കി റോഡുകൾ, ബാക്കി സംഭവങ്ങൾ എല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ഹൈജീനിക് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ തന്നെ നല്ല രീതിക്ക് പോകുമെന്ന് പറയാം. കാരണം വീട് മാത്രം നന്നായാൽ പോരല്ലോ. ഒരു അടുത്തുള്ള വീട്ടുകാർ റോങ് പ്രാക്ടീസസ് ചെയ്താൽ അത് ഇൻഡയറക്റ്റ്ലി നമ്മളെ ബാധിക്കും. അപ്പോൾ അത് കാരണം പബ്ലിക് ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് പറയാം. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ ബിഹേവിയർ ആദ്യം സ്റ്റഡി ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ആ ഒരു ഏരിയയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് അവരുടെ ബിഹേവിയർ, എങ്ങനെയൊക്കെയാണ് അവർ. ഇപ്പം കുറേ ആൾക്കാർ ഒരു പത്രവും വായിക്കാത്ത ആൾക്കാരാണെന്ന് ചോദിച്ചു. അപ്പോൾ പത്രത്തിൽ നമ്മൾ ഇന്നത് ഗുഡ് ഹൈജീൻ ഇങ്ങനെ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയ മാത്രം അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ ബാക്കിയുള്ള വിഷ്വൽ മീഡിയാസ് മാത്രമാണ് അവർ കാണുന്നുള്ളെങ്കിൽ പത്രത്തിൽ മാത്രമല്ല വിഷ്വൽ മീഡിയാസിലും അതിന് പ്രൊമോഷൻ കൊടുക്കുക. എന്താണ് പ്രോപ്പർ ഹൈജീൻ പ്രാക്ടീസസ് അല്ലെങ്കിൽ പ്രോപ്പർ ഫുഡ് ഇൻടേക്ക് ഇതിനെക്കുറിച്ചിട്ട് ടി വിയിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ കണ്ട് അവർ കുറച്ചും കൂടി അവെയറാവും. അപ്പോൾ അങ്ങനെയാണ് പബ്ലിക് ഹെൽത്തിന് അവെയർനെസ് കൊടുക്കുക. അപ്പോൾ ഫോർ എ പേഴ്സൺ ടു സീക്ക് ട്രീറ്റ്മെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ ഇൽനെസ് ഫ്രം എ ഡോക്ടർ ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് സാധാരണ ആൾക്കാർ ചെയ്യുക? എപ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു ഹോസ്പിറ്റലിലേക്ക് വരിക സംശയം കൊണ്ടെന്ന് നമുക്ക് നോക്കാം. അത് എന്തെങ്കിലും അസുഖം, ഫീലിംഗ് ഓഫ് ഡിസ്കംഫർട്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ആൻഡ് എബിലിറ്റി ടു റിലേറ്റ് ഇറ്റ് ടു സം കോസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്ന് പട്ടി കടിച്ച കാരണം എനിക്കിപ്പോൾ വയ്യ എന്ന് അങ്ങനെ ഒരു കോസ് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം വരാൻ ചാൻസ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഒരു മോട്ടിവേഷൻ അറൈസിങ് ഔട്ട് ഓഫ് നോളജ്. ഒരാൾ ഇപ്പം നമ്മൾ ടി വിയിലൊരു പ്രോഗ്രാം കണ്ടു, ഓക്കെ, കിഡ്നി ഡിസീസസ് വരാനുള്ള കാരണം നമ്മൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ മൂത്രം പിടിച്ചു വയ്ക്കുന്നത് കൊണ്ടാണ്, കാലങ്ങളോളം അങ്ങനെ ചെയ്തു വരുമ്പോൾ പതുക്കെ ഗ്രാജുവലി ഇറ്റ് വിൽ ലീഡ് ടു കിഡ്നി ഡിസീസ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവെയർനെസ് വരും. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഏകദേശം ആ സിംറ്റംസ് ഉള്ള ഒരാൾ ഡെഫിനറ്റ്ലി ഹി വിൽ സീക്ക് മെഡിക്കൽ അഡ്വൈസ്. അങ്ങനെ ഗെറ്റിംഗ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസിങ് എ ബെനിഫിറ്റ് വിച്ച് ആക്ട്സ് ആസ് എ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ സിമിലർ ആക്ഷൻ സബ്സിക്വൻ്റ്ലി. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടി, എഗെയിൻ വി വിൽ ഗോ ദെയർ, റൈറ്റ്? അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങളാണ്. ഒന്ന് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ, അസുഖം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരാൾ വരും. അല്ലെങ്കിൽ അയാളുടെ നോളജിൻ്റെ പുറത്ത് എനിക്ക് ഇന്ന സിംറ്റംസ് ഉണ്ട്, അത് ഈ ഒരു ഡിസീസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ മെഡിക്കൽ അഡ്വൈസ് നോക്കുന്നു എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം നല്ല ഒരു അസുഖം വന്നു, അതിന് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ കിട്ടി, അപ്പോൾ സോ ഐ ഹാവ് ടു സീക്ക് മെഡിക്കൽ അഡ്വൈസ് ഇൻ ദിസ് കേസ് ഓൾസോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ആവാം. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ പബ്ലിക്കലി എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനുള്ള ചാൻസ്.
അപ്പോൾ therefore before introducing any public health program, it is essential to know the minds of people and their behavior. അപ്പോൾ ഇതിൽ ഓൾ ഇൻ ഓൾ ഇതിൽ കാര്യം പറയുന്നത് റിക്വയർമെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് വരുന്നത് ആൾക്കാരുടെ ചിന്തയിൽ നിന്നാണ്. അവർക്ക് മനസ്സിലാവുകയാണ്, അവർക്ക് ഇപ്പോൾ പോയി ഇന്ന ഡോക്ടറിനെ കാണണം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രം ചിന്തിക്കുമ്പോഴാണ് അവർ പോവുള്ളൂ. അപ്പോൾ അതിന് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഓഫ് ദ പീപ്പിൾ ഇസ് വെരി നെസസറി. അതിനാണ് KAP സ്റ്റഡി അല്ലെങ്കിൽ നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സ്റ്റഡി അത് ചെയ്യുന്നത്. അതെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ഹെൽപ്പ് ഇൻ നോയിങ് വെദർ ദ പീപ്പിൾ ആർ അവെയർ ഓഫ് ദ ഡിസീസ് ആൻഡ് ഇറ്റ്സ് കോസേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എക്സെട്ര ആൻഡ് അബൌട്ട് ദ എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ് വിത്ത് ദെയർ റീസണിങ്. അപ്പോൾ ഇത് നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് പീപ്പിളിൽ അസുഖങ്ങൾ എങ്ങനെയാണ് അവരെ കൊണ്ട് will help in knowing whether the people are aware of the disease and its causation and transmissions about the existing practices with their reasoning. മനസ്സിലായല്ലോ? It will help in providing the required type of health education to the people and enlisting their cooperation in adopting hygienic practices. ഈ നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കൊണ്ട് ആൾക്കാരുടെ അവയർനെസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. എന്തൊക്കെയാണ് അവിടെയുള്ള അസുഖങ്ങൾ, ആ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഇൻക്യുബേഷൻ പീരീഡ്, ഇത്രയും ദിവസം കഴിഞ്ഞാലാണ് അതിൻ്റെ അസുഖത്തിൻ്റെ സിംറ്റംസ് പുറത്തു വരുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കോസേഷൻ എന്തുകൊണ്ടാണ് കോസ് ചെയ്തത്, അതിൻ്റെ ട്രാൻസ്മിഷൻ, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരു നോളജ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ പ്രോപ്പർലി പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് അവർ ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ അവർ റെഫർ ചെയ്ത് വരുന്നതായിരിക്കാം. After instituting specific control measure, it will again be helpful in finding out how much people have improved in their knowledge. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് ഇനി എന്തൊക്കെ നമുക്ക് പുതിയതായിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നെസസറി ഇൻ എ സിസ്റ്റം ഓഫ് ഹെൽത്ത് പ്രോഗ്രാം ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ സൈക്കോളജി. ഇവിടെ പിന്നെയും അത് പറയാണ്, ഇറ്റ് ഈസ് നെസസറി ഇൻ എ സിസ്റ്റം ഓഫ് ഹെൽത്ത് പ്രോഗ്രാം ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ സൈക്കോളജി, സോഷ്യോളജി ഇൻ സഫിഷ്യൻറ്റ് ഡെപ്ത് പെർട്ടൈനിങ് ടു ഈച്ച് ഡിസീസ് കണ്ടീഷൻ ടേക്കൺ അപ്പ് ഫോർ ആക്ഷൻ, ഓൾസോ ഫോർ പ്രിവെൻഷൻ ഓഫ് ഹെൽത്ത് ഇൽനെസ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത്. If people do not take the right type of food or necessary quantity of food, the economic social factors have to be understood before the remedial action can be suggested to the individual or the group. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി നടത്തണം എന്നുള്ള, എന്തായാലും ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ചിട്ടും ആ ഒരു ഏരിയയിലുള്ള എന്തൊക്കെയാണ് ആൾക്കാരുടെ പൊതുവെയുള്ള ബിഹേവിയർ, അവരുടെ സോഷ്യൽ ബിഹേവിയറും കൂടി ഒന്ന് നോക്കി കണക്കിലെടുത്തിട്ട് മാത്രമേ നമുക്ക് നമുക്ക് ഈ KAP സ്റ്റഡി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. KAP സ്റ്റഡി കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമുക്കൊരു കമ്മ്യൂണിറ്റിയിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് പറ്റിയ ഒരു ഹെൽത്ത് പ്രോഗ്രാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു ലൈവ് ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസസ് ഇൻ ദാറ്റ് ടെക്സ്റ്റ് ബുക്ക് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.